ഇ കൊമേഴ്സ് എസ്ഇഒയില് എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത് ആക്ച്വലി? കാരണം ഞാൻ ഇപ്പൊ മനസ്സിലാക്കിയെടുത്തോളം ദർ ഇസ് എ ലോട്ട് ഓഫ് D2C കമ്പനീസ് കുറെ ഉണ്ട് നമ്മളെ കേരളത്തിന്. പ്രശ്നം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ പെർഫോമൻസ് മാർക്കറ്റിംഗ് ചെയ്യുന്നത്. അവരെ പെർഫോമൻസ് മാർക്കറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അവർക്ക് റിസൾട്ട് കിട്ടും. അതായത് 1 ഇട്ടാൽ 3 കിട്ടും, അല്ലെങ്കിൽ 1 ഇട്ട് കഴിഞ്ഞാൽ ഒരു 4 ഉറുപ്പിന്റെ സെയിൽ കിട്ടും, അതായത് 100 ഇട്ട് കഴിഞ്ഞാൽ 400 ഉറുപ്പിന്റെ സെയിൽ കിട്ടും. ഇതെല്ലാവർക്കും അറിയാം, പക്ഷെ എല്ലാവർക്കും വേണ്ട സെയിലാ. പക്ഷെ നമ്മൾ ഓൾറെഡി ക്രാക്ക് ചെയ്തതാണ്. സോ വാട്ട് ഈസ് ദ റെലവൻസ് ഓഫ്, എന്തിനാണ് SEO നമ്മൾ ചെയ്യുന്നത്? നമുക്ക് ജസ്റ്റ് മാർക്കറ്റിംഗ് തുടങ്ങാം. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഷാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ബ്രാൻഡ് തുടങ്ങുമ്പോൾ അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് മാർക്കറ്റ് ചെയ്യാൻ. ഇവൻ ട്രഡീഷണൽ മാർക്കറ്റിംഗ് ചെയ്യാം, ഡിജിറ്റൽ മാർക്കറ്റ് അത് ഓപ്ഷനല്ല. ട്രഡീഷണൽ ചെയ്യണം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യണം. അതെ, ഇവൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യണം. ഒരു തുടക്കക്കാരന് പലപ്പോഴും SEO വയബിൾ ആയി തോന്നുന്നില്ല, കാരണം റിസൾട്ട് ഇമ്മീഡിയറ്റ്ലി റിസൾട്ട് കിട്ടൂല. ഓക്കെ, ബട്ട് ലോങ് ടൈമിൽ ചിന്തിക്കുമ്പോൾ എന്താ SEO ആണ് എപ്പോഴും വയബിൾ. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് കേറാങ്കൂറിന്റെ കേസ് എടുക്കുമ്പോൾ തന്നെ കേറാങ്കൂറിന് നമ്മൾ തുടങ്ങുന്ന സമയത്ത് SEOക്ക് തോന്നുന്നു 5ാമത് എങ്ങാണ്ടായിരുന്നു അക്വിസിഷൻ, കസ്റ്റമർ അക്വിസിഷൻ 5 or 6 എങ്ങാണ്ടായിരുന്നു. അത് പെയ്ഡ് സോഷ്യൽ ഉണ്ട്, അതുപോലെ പെയ്ഡ് ഗൂഗിൾ ആഡ്സ് ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആയിരുന്നു. സ്നാപ്ചാറ്റിൽ വരെ വരുന്നുണ്ട്, പക്ഷെ ഗൂഗിളിന്റെ ഓർഗാനിക് SEO വളരെ ലിമിറ്റഡ് ആയിരുന്നു. പക്ഷെ എന്നെ ലോങ് ടൈം ആണെങ്കിൽ എന്താണ് SEO ആണ് നമുക്കൊരു ബിസിനസ്സിന് എന്താ പറയുക സ്ട്രോങ് ആയിട്ടൊരു മാർക്കറ്റിംഗ് ആയിട്ട് നിൽക്കുള്ളൂ. അതായത് നമ്മൾ പെയ്ഡ് മാർക്കറ്റിംഗ് എന്താ, ഇപ്പൊ കാശ് കൊടുക്കുന്നു, ഇപ്പൊ റിസൾട്ട് കിട്ടുന്നു, കാശ് എടുത്ത കാശ് കിട്ടും. അതെ, പക്ഷെ അൾട്ടിമേറ്റ്ലി പ്രോഫിറ്റബിൾ ആവൂല. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതായത് എല്ലാരും പമ്പ് ചെയ്യാണ് ഫേസ്ബുക്കിലേക്ക്, അതായത് മെറ്റാ പ്ലാറ്റ്ഫോംസിലേക്ക് കസ്റ്റമറെ കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ അൾട്ടിമേറ്റ്ലി നമ്മൾ ആ ബോട്ടം ലൈൻ നോക്കുമ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ ഒന്നും ഉണ്ടാവില്ല. കസ്റ്റമർ കുറെ വന്നിട്ടുണ്ടാവും, കുറെ സാധനം വിറ്റിട്ടുണ്ടാവും, നമ്മൾ കുറെ പണിയെടുത്തിട്ടുണ്ടാവും, പക്ഷെ എന്താണ് ബോട്ടം ലൈൻ ഇല്ല. അപ്പൊ ഇത് തന്നെയാണ് ഞാൻ ചെയ്തതും കാരൻക്യൂറിൽ ഞാൻ ചെയ്തത് പറഞ്ഞാല് നമ്മള് ക്വിക്ക് വിൻസ് കിട്ടാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് വിൻസ് കിട്ടാൻ വേണ്ടി നമ്മൾ പെർഫോമൻസ് മാർക്കറ്റിംഗ് ചെയ്തു. എന്നിട്ട് നമ്മൾ എനിക്കൊന്ന് ഒരു 3 മാസത്തെ, ആദ്യത്തെ മാസം, 2ാമത്തെ മാസം, 3ാമത്തെ മാസം നമ്മൾ SEO തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ആക്ച്വലി കാരൻക്യൂർ ജീവിച്ചു പോണത് SEOയിലാണ്. കാരണം എനിക്കൊന്ന് 40-50% നമ്മൾ സ്പെൻഡ് ഉണ്ടായിരുന്നു പെർഫോമൻസ് മാർക്കറ്റിംഗ്. അതായത് റവന്യൂവിന്റെ 40-50% നമ്മൾ കൊടുക്കും. ഇപ്പൊ എനിക്കൊന്ന് ഇറ്റ് ഹാസ് കം ഡൗൺ ടു ലെസ് ദാൻ 5%. ബാക്കിയൊക്കെ ഗൂഗിൾ SEO അടിച്ചു കയറിയത് കൊണ്ട്. പക്ഷെ ഇറ്റ് ടുക്ക് us 4 years. 3 years, right? 2020 നമ്മൾ തുടങ്ങി. 21, 22, 23, ഇപ്പൊ 23 24, 4th one. ഇ കൊമേഴ്സ് SEO ചെയ്യുമ്പോൾ എവിടൊക്കെയാണ് നോക്കേണ്ടത്, എന്തൊക്കെയാണ് നോക്കേണ്ടത്, ആൻഡ് വൈ ഇസ് ഇറ്റ് ആക്ച്വലി ഇമ്പോർട്ടന്റ്? ഞാൻ മനസ്സിലാക്കിയിടത്തോളം പിന്നെ D2C കമ്പനീസ് പ്രത്യേകിച്ച് കേരളത്തിലെ എല്ലാവരും പെയ്ഡ് മാർക്കറ്റിംഗിലാണ് ഫോക്കസ്. പെയ്ഡ് മാർക്കറ്റിംഗിൽ ഫോക്കസ് ചെയ്ത് അവരെ സംബന്ധിച്ചിടത്തോളം സാധനം കിട്ടും, പക്ഷെ അൾട്ടിമേറ്റ്ലി ബോട്ടം ലൈൻ ഇല്ല. SEOന്റെ പ്രശ്നം പറഞ്ഞാൽ മിനിമം 6 months എടുക്കും. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒന്ന് റാങ്ക് ആയി വരാം, ഒരു ടോപ്പ് 3യിൽ വരണമെങ്കിൽ ഒരു 6 മാസമെങ്കിലും നമ്മൾ മെനക്കെടണം. പക്ഷെ അറ്റൻഷൻ സ്പാൻ ഇല്ല പറയില്ല നമ്മൾ കസ്റ്റമേഴ്സിന്. ഇതേപോലെ സ്റ്റോർ ഓണേഴ്സിന് അറ്റൻഷൻ സ്പാൻ ഇല്ല. അവർക്ക് 6 months ഒന്ന് വെയിറ്റ്. ലോങ് ടേം സ്ട്രാറ്റജി ആർക്കില്ല, എല്ലാവരും ഷോർട്ട് ടേം സ്ട്രാറ്റജി മേലാണ്. സോ എന്റെ അഭിപ്രായത്തിൽ രണ്ടും വേണം, ഷോർട്ട് ടൈം വേണം, ലോങ് ടൈം വേണം. ഇപ്പൊ ഒരാൾ സ്റ്റോർ തുടങ്ങുന്ന സമയത്ത് മേ ബി SEO ചെയ്യേണ്ടതല്ല പറയുന്നത്. SEOക്ക് തുടക്കത്തിൽ തന്നെ ഒരു ബെറ്റർ റിസൾട്ട് കൊണ്ടുവരാൻ പറ്റിക്കോളന്നില്ല. ആ സമയത്തോടെ പെയ്ഡ് മാർക്കറ്റിംഗ് ആയിരിക്കും ഹെൽപ്പ് ചെയ്യാം. പക്ഷെ അറ്റ് ദ സെയിം ടൈം വി നീഡ് ടു ബിൽഡ് ദാറ്റ് എൻജിൻ റൈറ്റ് ദർ. അതായത് നമ്മൾ ആ എൻജിൻ അവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങണം. സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസിക്കലി ഇവർ എന്ത് സാധനം സെല്ല് ചെയ്യുന്ന ആദ്യം മനസ്സിലാക്കണം. അതായത് എല്ലാ മാർക്കറ്റിംഗ് അങ്ങനെ തന്നെയാണ്, SEO അങ്ങനെ തുടങ്ങുന്നത്. ബിസിനസ്സിനെ കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് ബിസിനസ്സിനെയും ആ ബിസിനസ്സിന്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന യൂസേഴ്സിനെയും കൃത്യമായി മനസ്സിലാക്കുന്നത് എല്ലാത്തിനും സ്റ്റാർട്ടിംഗ് പോയിന്റ്. SEOയിലും സെയിം ആണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞൊരു ഗൂഗിളിന്റെ കേസൊക്കെ വരുന്നുള്ളൂ. സോ എന്താണ് യൂസർക്ക് വേണ്ടത്, കസ്റ്റമർക്ക് എന്താണ് വേണ്ടത്? ചിലപ്പോൾ അത് പ്രൊഡക്റ്റ് ആയിട്ടായിരിക്കാം, ചിലപ്പോൾ സ്റ്റോറീസ് ആയിട്ടായിരിക്കാം, ഇൻഫർമേഷൻ സാധനങ്ങളായിരിക്കാം. ഇപ്പൊ ഒരു ഇലക്ട്രോണിക് സ്റ്റോറോ അല്ലെങ്കിൽ ഗിഫ്റ്റിംഗ് സ്റ്റോർ വാട്ട് എവർ. സോ ഗിഫ്റ്റ് സ്റ്റോർ നമ്മൾ പ്രൊഡക്റ്റ് ഒപ്റ്റിമൈസ് ചെയ്യുന്നു, പ്രൊഡക്റ്റ് റാങ്ക് ചെയ്യുന്നു, വി ആർ ഗെറ്റിംഗ് ദ സെയിൽസ് ഫ്രോം ദ പ്രൊഡക്റ്റ് സെയിൽസ്. ലൈക്ക് പ്രൊഡക്റ്റ് പേജിൽ നമുക്ക് ഒരുപാട് സെയിൽസ് വരുന്നുണ്ട്. അപ്പൊ അറ്റ് ദ സെയിം ടൈം കുറച്ചുകൂടി ലോങ് ടൈം ആയി പോകണം. നമുക്ക് അവിടെ ഒരു കണ്ടന്റ് സ്ട്രാറ്റജി വേണം. ഒരു ലോങ് ടൈം കണ്ടന്റ് സ്ട്രാറ്റജി എപ്പോഴും ബിൽഡ് ചെയ്യണം. നമ്മുടെ ആ ഒരു ഓഡിയൻസിനെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻഗേജ് ചെയ്യുക. ആ എൻഗേജ് ചെയ്ത ഓഡിയൻസിന്റെ ഇൻഫർമേഷൻ കൊടുത്തിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ജസ്റ്റ് അസ്യൂം ലൈക്ക് ഇപ്പോൾ ഈ ഗിഫ്റ്റിംഗ് സ്റ്റോർ വിട്ടിട്ട് ഞാൻ വേറെ ഇതിലേക്ക് വരാം. അതായത് ഇപ്പോൾ വി ആർ സെല്ലിങ് സം മൊബൈൽ ഓർ സംതിങ് ലൈക്ക് അത് ഒരു സാംസങ് മൊബൈൽ സെല് ചെയ്യുന്നുണ്ട്. സോ വാട്ട് വി ക്യാൻ ഡു ഇസ് ലൈക്ക് അതിനെ പറ്റിയുള്ള ഒരു കംപ്ലീറ്റ് ഇൻഫർമേഷൻ നമ്മുടെ കണ്ടന്റ് ഇതിൽ വേണം, കണ്ടന്റ് സ്ട്രാറ്റജിയിൽ വേണം. അതായത് ഇപ്പോൾ
ഈ മൊബൈലിന്റെ ഫീച്ചർ എന്തൊക്കെയാണ്, അതായത് ഈ മൊബൈലിന്റെ സോ അതിന് നമുക്ക് എന്താ പറയാ ഒരു ടോപ്പിക് അതോറിറ്റി ബിൽഡ് ചെയ്യാന്ന് പറയും. സോ നമ്മൾ എന്തിനാണോ ബെസ്റ്റ് എന്ന് നമ്മൾ ഗൂഗിളിൽ കാണിച്ചു കൊടുക്കുകയാണ്. നമ്മൾ എന്തിനാ ബെസ്റ്റ് ഗൂഗിളിൽ കാണിച്ചു കൊടുക്കുക ഇൻ ത്രൂ ദ ബ്ലോഗ്സ് ഓർ ഇൻഫർമേഷൻ കണ്ടന്റ്സ്. ഓക്കെ, സോ അതിനൊരു ടോപ്പിക്കൽ ക്ലസ്റ്റേഴ്സ് എന്ന് പറയാം. ടോപ്പിക് അതോറിറ്റി അതിന്റെ 4 ടോപ്പിക്കൽ ക്ലസ്റ്റേഴ്സ്. സോ നമ്മളൊരു മൊബൈൽ എടുക്കുന്നു, ഇപ്പൊ മൊബൈലിന്റെ പല മോഡൽ, ആ മോഡലിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഓരോ ക്ലസ്റ്റർ ആയിട്ട്. അതുപോലെ പിന്നെ അവര് ടി വി സെല് ചെയ്യുന്നത്, ടി വി ഒരു എന്താ പറയാ പില്ലർ കണ്ടന്റ് ആയിട്ട് അതിന്റെ 4 പുറം ഹബ് സാധനങ്ങൾ. അപ്പൊ അതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് വിച്ച് ഈസ് ദ ബെസ്റ്റ് 32 ഇഞ്ച് 43 ഇഞ്ച് കൂടുതൽ കണ്ടന്റ് വരുന്നതിനനുസരിച്ച് കണ്ടന്റ് കൂടുതൽ വരികയെന്നുള്ളതിനെക്കാട്ടും കൂടുതൽ ക്വാളിറ്റി കണ്ടന്റ് അങ്ങനെ പറയാം. അവർക്ക് ഒരു ടി വി സെലക്ട് ചെയ്യുമ്പോൾ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അല്ലേ. സോ ഈവൻ ഇപ്പൊ ടിവിന് ഒരുപാട് സാധനം അൾട്രാ HD ഉണ്ട്, ഫുൾ HD ഉണ്ട്. ഇതൊക്കെ എന്താ? അപ്പൊ ഈ ഇൻഫർമേഷൻ എല്ലാം നമ്മൾ ബ്ലോഗ് കൂടെ അല്ലെങ്കിൽ നമ്മുടെ കണ്ടന്റ് സ്ട്രാറ്റജി കൂടെ കൊടുക്കുന്നു. അത് വായിച്ച ഒരാൾക്ക് എന്താ നമ്മുടെ ട്രസ്റ്റ് വരുന്നുണ്ട്. ആ ട്രസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോങ് ടൈമിൽ നമ്മുടെ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അത് ബേസിക്കലി നമ്മളെ വെബ്സൈറ്റിൽ അവർ കൂടുതൽ സമയം ചെലവഴിക്കുമ്പോൾ ഗൂഗിളിന് മനസ്സിലാവണത് ഇതൊരു ട്രസ്റ്റബിൾ വെബ്സൈറ്റ് ആണ്. ഡ്വെല്ലിംഗ് ടൈം എന്ന് പറയും നിങ്ങൾ SEOയില്. അങ്ങനെയും വേണമെങ്കിൽ പറയാം. അതായത് എങ്ങനെ വെച്ചാൽ കൂടുതൽ സമയം ചെലവഴിക്കുക എന്ന് പറയുമ്പോൾ ദാറ്റ്സ് ആൾസോ ഫൈൻ ആക്ച്വലി. ലൈക്ക് അങ്ങനെ നമുക്കൊരു ഇതിൽ വിഷയം എന്താ വെച്ചാലേ ഇപ്പൊ ഗൂഗിളിന്റെ അൽഗോരിതം ഒരിക്കലും ഗൂഗിൾ പുറത്തുവിടുന്നില്ല. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന എല്ലാം ഈ പറഞ്ഞ പോലെ പല പല സ്റ്റഡീസ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരുപാട് എക്സ്പേർട്സ് വിളിക്കപ്പെടുന്ന ഒരുപാട് ആൾക്കാർ വേൾഡിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ടെസ്റ്റഡ് ആൻഡ് ട്രൈഡ് നമുക്ക് പറഞ്ഞ പോലെ, അതായത് ടെസ്റ്റ് ചെയ്തിട്ട് വിജയിച്ച സാധനങ്ങളാണ് നമ്മൾ SEOയിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഒരു സാധനം. ഓക്കെ, ഒരിക്കലും ഗൂഗിൾ ഇത് ചെയ്താൽ അതാവുന്ന ഒരിക്കലും പറയുന്നില്ല. ഒരുപാട് ടൈമർ നിന്നാൽ നിങ്ങൾ വെബ്സൈറ്റ് റാങ്ക് ചെയ്യുന്നത് പറയുന്നില്ല. അപ്പൊ ഒരുപാട് മിത്ത് നിലനിൽക്കുന്നുണ്ട് SEO ഫീൽഡിന്റെ ഉള്ളിൽ തന്നെ ഒരുപാട് മിത്ത് നിൽക്കുന്നുണ്ട്. സോ പറയാം നമുക്ക് ഇപ്പൊ ഒരു ടൈമിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരാള് ഒരു യൂസർ ഒരു റിയൽ ടൈം യൂസർ ഒരു സ്പെസിഫിക് ടൈം സ്പെൻഡ് ചെയ്യുന്നത് അർത്ഥം ആ കണ്ടന്റ് ക്വാളിറ്റി ഉണ്ട് തന്നെയാണ്. അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ വിചാരിക്കുന്നത് ഒരു യൂസർ വന്ന് ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യാണ്, അവിടെ ഇമേജസ് നോക്കുന്നുണ്ട്, വീഡിയോ വ്യൂ ചെയ്യുന്നത്. അപ്പൊ നോക്കുമ്പോ കൊള്ളാം, എന്തൊക്കെ കണ്ടന്റ് ഇവന് ഹി സ്റ്റേയിങ് ദർ മീൻസ് അതും ഒരു ഫാക്ടർ ആയിരിക്കും. പക്ഷെ നേരെ മറിച്ച് നമ്മൾ അവിടെ ജസ്റ്റ് ആ സ്ക്രീന് കോൺസ്റ്റന്റ് ആയിട്ട് അവിടെ വെക്കുകയാണെങ്കിൽ ആ കസ്റ്റമർ പിന്നെ വേറെ ഏതോ വെബ്സൈറ്റിലേക്ക് പോയി, അല്ലെങ്കിൽ ആ കസ്റ്റമർ അത് നോക്കുന്നില്ല. പല ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, അതൊരു ഇതാണ് നമുക്ക് എത്ര ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് നോക്കിയിട്ട് നമുക്ക് ക്വാളിറ്റി വേണമെങ്കിൽ ചെയ്യാം. ബേസിക്കലി ഒരു യൂസർ ഒരു ഇൻഫർമേഷൻ കുറയുന്ന വരുന്ന ഒരു യൂസർ, ഇൻഫർമേഷൻ സെർച്ച് വരുന്ന ഒരു യൂസർ ഇങ്ങോട്ട് എത്തിയിട്ട് ആ ബ്ലോഗിന്റെ കൺക്ലൂഷൻ വരെ റീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബ്ലോഗ് ക്വാളിറ്റി എന്ന് നമുക്ക് പറയാം. എന്നിട്ട് ഈവൻ ഞാൻ പറയുകയാണെങ്കിൽ കൺക്ലൂഷൻ കഴിഞ്ഞിട്ട് ഒരു ആക്ഷനബിൾ CTA കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മെഷർ ചെയ്യാം നമ്മുടെ ബ്ലോഗിന്റെ വാല്യൂ എത്രയാണ്, ഒരു കണ്ടന്റിന്റെ വാല്യൂ എത്രയാണ് കൃത്യമായി മെഷർ ചെയ്യാം. ഇതിപ്പോ ഒരു കണ്ടന്റ് സ്ട്രാറ്റജിയുടെ ഒരു ഭാഗമാണ്. ഇതുപോലെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇ-കൊമേഴ്സിലേക്ക് വരുമ്പോൾ ഈവൻ നമ്മുടെ ഹോം പേജ്, കാറ്റഗറി പേജ്, പ്രൊഡക്റ്റ് പേജ്. അപ്പൊ ബേസിക്കലി ഇ-കൊമേഴ്സ് വരുമ്പോൾ ഹോം പേജ്, കളക്ഷൻ പേജ്, പ്രൊഡക്റ്റ് പേജ്. ഇതിപ്പോ ഷോപ്പിഫൈയുടെ കേസാണ്. ഷോപ്പിഫൈ അല്ല, കാറ്റഗറി പേജ് ഞാൻ പറയാം. കളക്ഷൻ പേജ് പറയുമ്പോൾ ഷോപ്പിഫൈ മാത്രമേ. സോ ബേസിക്കലി കൃത്യമായ ഒരു നാവിഗേഷൻ, സ്ട്രൈറ്റ് സ്ട്രക്ചർ ഉണ്ടാക്കുക എന്നുള്ളത് ഇ-കൊമേഴ്സിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ യൂസർക്ക് ഹോം പേജ് വന്ന യൂസർക്ക് കൃത്യമായിട്ട് എല്ലാവർക്കും എത്താൻ പറ്റണം. അത് നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ് ഇ-കൊമേഴ്സിൽ. സൈറ്റ് സ്ട്രക്ചർ വെരി ഇമ്പോർട്ടന്റ് ഇ-കൊമേഴ്സ് SEO. അതായത് അതിൽ ഇന്റേണൽ ലിങ്കിങ്ങിന്റെ കേസുകൾ കൂടി വരുന്നുണ്ട്. നമ്മുടെ പേജസ് തമ്മിലുള്ള ലിങ്കിങ്, അതൊക്കെ ഒരു ഇതിന്റെ ഉള്ളിൽ വരുന്ന കുറെ ഫാക്ടേഴ്സ് ആണ്. ബട്ട് സൈറ്റ് സ്ട്രക്ചറിന് തുടങ്ങാം. ഇഫ് യു ആർ റണ്ണിങ് ഇലക്ട്രോണിക് സ്റ്റോർ വിചാരിക്കാം, ഇലക്ട്രോണിക് സ്റ്റോർ റൺ ചെയ്യുന്നുണ്ട്. സോ ഇലക്ട്രോണിക് സ്റ്റോറിന്റെ ഹോം പേജ് എന്തായിരിക്കും, ഒരു മെയിൻ കീവേഡ് എന്തെങ്കിലും ഉണ്ടായിരിക്കും, ഒരു ബ്രാഞ്ച് കീവേഡ് സംതിങ് ലൈക്ക് ഇലക്ട്രോണിക് സ്റ്റോർ ഇൻ ഇന്ത്യ എന്നോ, ഇപ്പൊ ഇന്ത്യത്തെ സ്റ്റോറാണ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ ബൈ ഇലക്ട്രോണിക്സ് ഓൺലൈൻ അങ്ങനെ എന്തെങ്കിലും കീവേഡ് ആയിരിക്കാം. അതിലേക്ക് വന്ന് പിന്നെ നമ്മൾ സബ് കാറ്റഗറിയിലേക്ക് വരുമ്പോൾ എന്താ നമ്മൾ ഹോം പേജിൽ തന്നെ അതിന്റെ ഒരുപാട് കാര്യങ്ങൾ കൊടുക്കും. അതായത് സൈറ്റ് സ്ട്രക്ചറിന്റെ കേസിലേക്ക് വരുമ്പോൾ ഇപ്പൊ ഹോം പേജ് ഈ പറഞ്ഞ നമ്മുടെ കാറ്റഗറീസ്, ഇപ്പൊ ഫോൺ സെല്ലിംഗ് ഫോണ്, അപ്പൊ അതിന്റെ അണ്ടറിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ബ്രാൻഡ് വൈസ് ക്ലാസിഫൈ ചെയ്യാം. സാംസങ് ഫോൺ, വിവോ ഫോൺ, റൈറ്റ്. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, അണ്ടർ 10,000 കാറ്റഗറൈസ് ചെയ്യാം. അതുപോലെ സ്പെസിഫിക് ഫീച്ചേഴ്സ് കാറ്റഗറൈസ് ചെയ്യാം. ഇതൊക്കെ മൊബൈലിന്റെ അണ്ടറിൽ വരാം. അപ്പൊ ഇതൊരു ഹയറാർക്കി ആണ് നമുക്ക് കാണാൻ പറ്റും സ്ട്രക്ചറിൽ. ഇപ്പൊ മൊബൈല്, ലാപ്ടോപ്പ്, വാഷിംഗ് മെഷീൻ. സോ വേറെ പറയുന്നില്ല. സോ അതിന്റെ ഉള്ളിൽ ഒരു ഹയറാർക്കി കാണാൻ പറ്റും. സോ കൃത്യമായ നാവിഗേഷൻ കസ്റ്റമേഴ്സിന് അവിടെ പോസിബിൾ ആവും. അപ്പൊ ഗൂഗിളിനും എന്ത് മനസ്സിലാവും, ഗൂഗിളിനും ഈ പേജ് ഒരിക്കലും ഓർഫൻ ആയി പോലും ഒരിക്കലും പേജ്. ഓർഫൻ പേജ് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അനാഥമായ ഒരു പേജ് നമുക്ക് പറയാം. ഒരിക്കലും എവിടെയും ലിങ്ക് ഇല്ലാതെ അനാഥമായി കിടക്കുന്ന പേജ്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ ഗൂഗിളിന് പണിയാം. ഇങ്ങനൊരു കൃത്യമായിട്ടൊരു സൈറ്റ് സ്ട്രക്ചർ ഇ-കൊമേഴ്സിൽ ഉണ്ടെങ്കിൽ എന്താ ഇസ് ബെനിഫിറ്റ്. ഇതൊരു ബെനിഫിറ്റ് ആയിട്ട് നമുക്ക്. അപ്പൊ ഈ കസ്റ്റം ചെയ്യുമ്പോൾ എല്ലാ പ്രശ്നം ഈ സൈറ്റ് സ്ട്രക്ചർ ഒന്നും ശരിക്കും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല.
ഇല്ല അങ്ങനെ കസ്റ്റം ഡെവലപ്മെന്റ് ഇല്ല. കസ്റ്റം ഡെവലപ്മെന്റ് പലപ്പോഴും വലിയ വലിയ ഇ കോമേഴ്സ് ആയിട്ട് ഇപ്പൊ ആമസോണും ഫ്ലിപ്കാർട്ടും പോലത്തെ അങ്ങനത്തെ വലിയ ഇ കോമേഴ്സ് ആയിട്ട് പലപ്പോഴും കസ്റ്റമേഴ്സിന് കസ്റ്റമൊക്കെയാ പോവുക.